പാഠം 711. ചട്ടപ്രകാരം നടത്തേണ്ട കാര്യങ്ങൾ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. അവറാച്ചൻ ചേട്ടനോട് ഞാൻ ഇന്നലെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. നിങ്ങൾ വന്ന് ചോദിക്കുമ്പോ ഓരോ സർട്ടിഫിക്കറ്റുകൾ വെറുതെ എഴുതി തരാനല്ല ഞാൻ വില്ലേജ് ഓഫീസറായിട്ട് അവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ സകല കടലാസുകളും ഹാജരാക്കാതെ അവറാച്ചൻ ചേട്ടന് ഒരിക്കലും കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നില്ല. മേലിൽ ഈ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കുകയോ വില്ലേജ് ഓഫീസിലേക്ക് വിളിക്കുകയോ ചെയ്യരുത്. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? ടൗണിൽ പെയിന്റ് കട നടത്തുന്ന അവറാച്ചൻ ചേട്ടനാ വിളിച്ചത്. ഒരു കൈവശ അവകാശ സർട്ടിഫിക്കറ്റിൽ അപേക്ഷ തന്നു. പക്ഷേ അപേക്ഷയുടെ കൂട്ടത്തിൽ മുന്നാധാരത്തിന്റെ പകർപ്പില്ല. പിന്നെ എങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും? നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. മോഹനേട്ടാ, സത്യത്തിൽ മോഹനേട്ടന് സർക്കാർ ശമ്പളം തരുന്നത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണോ കൊടുക്കാതിരിക്കാനാണോ? അല്ല, മോഹനേട്ടന് ആര് വിളിച്ചാലും നടക്കില്ല എന്ന് മാത്രമാണ് പറയാറുള്ളത്. ഒരു കാര്യം നടത്തി കൊടുക്കാതിരിക്കാൻ ഒരു ഉദ്യോഗസ്ഥന്റെ ആവശ്യമുണ്ടോ? നിനക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കൊടുക്കാവുന്ന സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാനും കൊടുക്കാൻ പാടില്ലാത്ത സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കാനുമാണ് ഞാൻ ശമ്പളം വാങ്ങുന്നത്. നമസ്കാരം. നമസ്കാരം. മോഹനകൃഷ്ണൻ സാറിന്റെ വീടല്ലേ? അതെ. സാറുണ്ടോ? ഒന്ന് കാണണമായിരുന്നു. ഒരു മിനിറ്റ്. മോഹനേട്ടാ, ഇപ്പൊ വരുവേ. നമസ്കാരം സാർ. നമസ്കാരം. എന്താ കാര്യം? ഞാൻ മിനിഞ്ഞാന്ന് വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. സാറിന് ഓർമ്മയുണ്ടോ? മിനിഞ്ഞാന്ന് ഒരുപാട് പേര് വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. ഇപ്പോ ഇവിടെ വന്ന് എന്തിനാണെന്ന് പറയൂ. എന്റെ പേര് വിഷ്ണു. അച്ഛന്റെ പേര് കുന്നുംപുറത്ത് പരമേശ്വരൻ. 4 മാസം മുമ്പ് മരിച്ചുപോയി. ഓ, മനസ്സിലായി. അച്ഛന്റെ പിന്തുടർച്ചാ അവകാശ സർട്ടിഫിക്കറ്റിന് താലൂക്ക് ഓഫീസിൽ അപേക്ഷ കൊടുത്തിരുന്നു അല്ലേ? അതെ. അപേക്ഷ വില്ലേജ് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് അവര് പറഞ്ഞു. ഞാൻ മിനിഞ്ഞാന്ന് വില്ലേജ് ഓഫീസിൽ വന്നപ്പോ എന്തൊക്കെ അന്വേഷണം നടത്താനുണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അന്വേഷണം നടത്താൻ സമയം കിട്ടിയില്ല. നിങ്ങളുടെ അപേക്ഷയിൽ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് നേരിട്ട് അന്വേഷിച്ച് അറിഞ്ഞിട്ടേ ഞാൻ റിപ്പോർട്ട് താലൂക്ക് ഓഫീസിലേക്ക് അയക്കും. സാർ, ഒന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല വിഷ്ണു. അന്വേഷിക്കാനുള്ളൊക്കെ അന്വേഷിച്ചിട്ടേ ഞാൻ റിപ്പോർട്ട് എഴുതൂ. 2 ദിവസത്തിനുള്ളിൽ ഞാൻ റിപ്പോർട്ട് താലൂക്കിലേക്ക് അയക്കും. ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താലൂക്ക് ഓഫീസിൽ അന്വേഷിച്ചാൽ മതി. ശരി. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത് എത്ര ശരിയായി എന്ന് നോക്കി. ഒരു പരമേശ്വരൻ ചേട്ടൻ മരിച്ചു. അയാളുടെ മോൻ ഒരു പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റിന് വരുമ്പോ 100 കൂട്ടം തടസ്സങ്ങൾ. സാധാരണക്കാരനെ ഇങ്ങനെ കഷ്ടപ്പെടുത്താനായി എന്തിനാണ് മോഹനേട്ട ഇങ്ങനെ ചട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഭാമേ, ഒരാൾ മരിച്ചാൽ അയാളുടെ അവകാശികൾക്ക് പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റിനായി താലൂക്ക് ഓഫീസിലേക്ക് അപേക്ഷ നൽകാം. തഹസിൽദാർ ആ അപേക്ഷ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിലേക്ക് അയക്കും. വില്ലേജ് ഓഫീസർ ആ അപേക്ഷയിൽ ശരിയായ ഒരു അന്വേഷണം നടത്തി അപേക്ഷകൻ അപേക്ഷയിൽ എഴുതിയിരിക്കുന്നത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അനുകൂലമായ റിപ്പോർട്ട് കൊടുക്കും. പരമേശ്വരൻ ചേട്ടന്റെ മോനല്ലേ വന്നത്? പിന്നെന്താ പ്രശ്നം? പറയാം. പരമേശ്വരൻ ചേട്ടന് ഭാര്യയും 3 മക്കളുമുണ്ട്. അവർ 4 പേരുമാണ് അവകാശികൾ എന്ന് സാക്ഷ്യപ്പെടുത്തണമെന്നാണ് അവരുടെ അപേക്ഷ. ഹിന്ദു പിന്തുടർച്ചാ നിയമം അനുസരിച്ച് ഒരാൾ മരിച്ചാൽ അയാളുടെ എല്ലാ മക്കൾക്കും സ്വത്തിന് തുല്യ അവകാശമാണ്. മക്കൾ എന്ന് പറയുന്നത് ഭാര്യയിൽ ഉണ്ടായത് തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. മറ്റൊരു സ്ത്രീയിൽ പരമേശ്വരൻ ചേട്ടന് മക്കളുണ്ടെങ്കിൽ അവർക്കും പിന്തുടർച്ചാ അവകാശമുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണത്തിന് ശേഷം മാത്രമേ റിപ്പോർട്ട് കൊടുക്കൂ എന്ന് പറയുന്നത്.
എങ്ങനെ അന്വേഷിക്കും? എവിടെ പോയി അന്വേഷിക്കും? പരമേശ്വരൻ ചേട്ടനെ അടുത്തറിയാവുന്ന, പരമേശ്വരൻ ചേട്ടനേക്കാൾ പ്രായമുള്ള 4 or 5 പേരുടെ മൊഴിയെടുക്കും. അതാണ് വില്ലേജ് ഓഫീസറുടെ ജോലി. അത് ചെയ്യാതെ റിപ്പോർട്ട് കൊടുക്കില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇന്നലെ ശങ്കരൻകുട്ടിയുടെ സ്ഥലം നോക്കാൻ പോയിട്ട് എന്തായി കാഞ്ഞിട്ട് സാറേ? ആ എന്താവാൻ, പോയി സ്ഥലം നോക്കി തിരിച്ചു പോന്നു. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ചന്ദ്രൻകുട്ടി കൊണ്ടുവന്ന ആധാരം നോക്കി കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുത്താ പോരെ? അല്ല, കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിലെ വില്ലേജ് ഓഫീസർമാര് ചെയ്യുന്ന അതാണല്ലോ. പക്ഷേ മോനേഴ്സാണ് അത് പറ്റില്ലല്ലോ. എന്ത് അപേക്ഷ കിട്ടിയാലും അന്വേഷിക്കണം, നേരിട്ട് അന്വേഷിക്കണം. വെറുതെ മനുഷ്യനെ മേനക്കെടുത്തുന്ന ഒരു ഏർപ്പാടേ. ശിശുപാല, അങ്ങനെ മെനക്കെടാനാണ് സർക്കാർ ശിശുപാലിന് മാസാമാസം ശമ്പളം എണ്ണി തരുന്നത്. അല്ലാതെ ആരെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിന് അപേക്ഷ തന്ന പാടെ അതെടുത്തു വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ല. അല്ല സാർ, ആധാരത്തിലും കരമടച്ച റെസീറ്റിലും കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ നമ്മൾ പോയി നോക്കുന്നത് എന്തിനാ? പോയി നോക്കണമെന്നാണല്ലോ സർക്കാർ ചട്ടം. അപ്പോ പോയി നോക്കുക തന്നെ വേണം. ശിശുപാല, മരിച്ചുപോയ കുന്നുംപുറത്തെ പരമേശ്വരൻ എന്ന് പറഞ്ഞ ആളുടെ മകൻ പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റിന് താലൂക്ക് ഓഫീസിൽ കൊടുത്ത അപേക്ഷയിൽ അന്വേഷണം നടത്തണം നമുക്ക്. ഞാനൊരു അന്വേഷണം നടത്തി സാർ. ഈ പറയുന്ന പരമേശ്വരൻ ചേട്ടനെ പറ്റി എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം. ശിശുപാലിന് പരമേശ്വരൻ ചേട്ടനെ നേരിട്ട് അറിയാമായിരുന്നു? അതില്ല സാർ. അപ്പോ പരമേശ്വരൻ ചേട്ടനെ നന്നായി അറിയാവുന്ന 3 or 4 പേരോട് പരമേശ്വരൻ ചേട്ടനെ പറ്റി ചോദിച്ച് മൊഴി എഴുതി വാങ്ങണം എന്നാണല്ലോ ചട്ടം. ചട്ടം അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരമേശ്വരൻ ചേട്ടന്റെ വീടിനടുത്തൊന്ന് പോണം. ആ റിപ്പോർട്ട് പറ്റുന്നിടത്തോളം നേരത്തെ താലൂക്ക് ഓഫീസിലേക്ക് അയക്കുകയും വേണം. പോയി അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ സാർ? പോയി അന്വേഷിച്ചേ പറ്റൂ. ഞാനും ശിശുപാലനും കൂടിയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞോ സാർ? എനിക്ക് ആ ഭാഗത്തുള്ള വീടുകളൊന്നും പരിചയമില്ല. എനിക്ക് ആ ഭാഗത്തെ വീടുകളൊന്നും തീരെ പരിചയമില്ല സാർ. അപ്പോ ശിശുപാലൻ തീർച്ചയായും വരണം. അയ്യോ, ഈ വില്ലേജിൽ നമുക്ക് പരിചയമില്ലാത്തൊരു ഭാഗം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് കൃത്യം 10:30 ഇറങ്ങണം. ഓ, ഇതെന്തൊരു കഷ്ടമാണ്. ഈ വെയിലത്ത് അങ്ങറ്റം വരെ നടക്കാന്ന് വെച്ചാൽ എളുപ്പമാണോ കാഞ്ചന സാറേ? നടക്കുന്ന എന്തിനാ? ശിശുപാലൻ ചേട്ടന് ബൈക്കില്ലേ? ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ബൈക്കിൽ പോകായിരുന്നു. മോനേഴ്സ് സാറ് ബൈക്കിൽ കയറില്ലല്ലോ. എന്തൊരു കഷ്ടമാണപ്പാ. ഒന്നും ചെടിക്കണ്ട. സാറേ, ഈ ഭാഗത്ത് എവിടെയോ ആണ് പരമേശ്വരൻ ചേട്ടന്റെ വീട്. വീട് ഏതാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. നമ്മൾ പരമേശ്വരൻ ചേട്ടന്റെ വീട്ടിലേക്ക് അല്ലല്ലോ ശിശുപാല പോകുന്നത്. പരമേശ്വരൻ ചേട്ടനെ നന്നായി പരിചയമുള്ള 2-3 അയൽക്കാരെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമ്മൾ വരുന്ന കാര്യം പരമേശ്വരൻ ചേട്ടന്റെ വീട്ടിലുള്ളവർ അറിയാനും പാടില്ല. സാറേ, ആ വരുന്ന പയ്യനോട് ചോദിക്കാം. അതെ, ഈ കുന്നുംപുറത്തെ പരമേശ്വരൻ ചേട്ടന്റെ വീട് ഇവിടെ അടുത്താണോ? അതെ, ആ വളവ് തിരിഞ്ഞ് ഒരു 100 മീറ്റർ പോയാൽ മതി. അവിടെ ആരെ കാണാനാ? അവിടെ ആരെ കാണാനല്ല, അതിന് അടുത്ത വീട്ടിലുള്ള ഒരാളെ കാണാൻ. ഓ, അല്ല, ഈ പരമേശ്വരൻ ചേട്ടൻ ആളെങ്ങനെ അറിയാമോ? പരമേശ്വരൻ ചേട്ടൻ മരിച്ചു പോയിട്ട് 3-4 മാസമായി. അത് ശരിയാ. പക്ഷെ ജീവിച്ചിരുന്നപ്പോ പരമേശ്വരൻ ചേട്ടന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നല്ല മനുഷ്യനായിരുന്നു സാറേ. എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു. കഷ്ടകാലം എന്നല്ല എന്ത് പറയാൻ, നേരത്തെ മരിച്ചുപോയി. പറ്റേ, മരിച്ചുപോയ എല്ലാ ആളുകളും നല്ല ആളുകൾ തന്നെ. സാറേ, ഒന്നും പേടിക്കാനില്ല. പരമേശ്വരൻ ചേട്ടൻ ഭയങ്കര മര്യാദക്കാരനാണ്. നമുക്ക് ധൈര്യമായിട്ട് താലൂക്ക് ഓഫീസിലേക്ക് റിപ്പോർട്ട് കൊടുക്കാം സാർ. നടക്കില്ല. ഒന്നാമത്, ആ പയ്യനോട് ശിശുപാലൻ വിശദമായി കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല.
പരമേശ്വരൻ ചേട്ടന് ഭാര്യയിൽ നിന്നല്ലാതെ വേറെ ഏതെങ്കിലും ബന്ധത്തിൽ മക്കളുണ്ടോ എന്നാണല്ലോ നമുക്ക് അറിയേണ്ടത്. അത് ശിശുപാലൻ ചോദിച്ചോ? സാറേ അതിന് കാര്യമുണ്ടോ? ആള് മര്യാദക്കാരനാണെങ്കിൽ വേറെ സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടാവൂ? അത് പറയാൻ പറ്റില്ല ശിശുപാല. അത് മാത്രമല്ല, ആ പോയത് ഒരു ചെറുപ്പക്കാരൻ. അവന് പരമേശ്വരൻ ചേട്ടനെ പണ്ട് മുതലേ അറിയാമോ? ഇല്ല. പരമേശ്വരൻ ചേട്ടനേക്കാൾ പ്രായക്കൂടുതലുള്ള ആളുകളോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. വരൂ വരൂ. ഇതൊരു കഷ്ടം പിടിച്ച ഏർപ്പാട് തന്നെ. അയ്യോ. സാറേ ഇവിടെ എങ്ങും ഒരാളെയും കാണുന്നില്ലല്ലോ. നമ്മൾ ഇറങ്ങിയ സമയം ശരിയല്ലേ സാർ? സാറേ ആ വരുന്ന സ്ത്രീയെ കണ്ടിട്ട് നല്ല പ്രായമുണ്ട്. അവരോടൊന്ന് ചോദിച്ചാലോ? ശിശുപാലൻ ചോദിക്കണ്ട, ഞാൻ ചോദിച്ചോളാം. ഓ, എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് കണ്ടോളൂ. അവിടെ. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് കെ മോഹനകൃഷ്ണൻ. ഞാൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാണ്. ഇവിടെ അടുത്ത് താമസിച്ചിരുന്ന ഒരു പരമേശ്വരൻ ചേട്ടനെ അറിയാമോ? അറിയാം. പുള്ളിക്കാരൻ മരിച്ചുപോയ കാര്യം ഞാൻ അറിഞ്ഞു. എനിക്ക് പരമേശ്വരൻ ചേട്ടനെ പറ്റി 1-2 കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ഈ പരമേശ്വരൻ ചേട്ടന് ശരിക്കും ഒരു ഭാര്യയും 3 മക്കളുമേ ഉള്ളൂ. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആ മക്കളല്ലാതെ പരമേശ്വരൻ ചേട്ടന് വേറെ മക്കൾ വല്ല ഉള്ളതായിട്ട് അറിയാമോ? വേറെ മക്കളോ? അതെ, ഈ വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷമോ ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീയുമായി പരമേശ്വരൻ ചേട്ടന് ബന്ധമുണ്ടായിരുന്നോ? ആ ബന്ധത്തിൽ മക്കൾ വല്ലതും ഉണ്ടോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. മാന്യം മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് തോന്നിയാസം പറയുന്നോ? ഇതിനാണോ വലിയ വില്ലേജ് ഓഫീസർ എന്നും പറഞ്ഞു നടക്കുന്നേ? സാർ പിടിച്ചോ. ഇത് എന്റെ ഒരു ജോലിയുടെ ഭാഗമാണ്. എന്ത് ജോലി? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എന്നെ പൊന്നുപോലെ നോക്കി സ്നേഹിച്ച എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. അടിച്ചു തന്നെ കരണം ഞാൻ പൊട്ടിക്കും. അല്ല, ഈ പരമേശ്വരൻ ചേട്ടൻ യഥാർത്ഥ ഭാര്യയാണോ? അതിലും സംശയമുണ്ടോ സാറിന്? അല്ല. കഷ്ടം. വലിയ വില്ലേജ് ഓഫീസർ എന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റി അപവാദം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തിനാ സാറേ? പോയി തൂങ്ങി ചത്തൂടെ. ഇവനെയൊക്കെ വെടിവെച്ച് കൊന്നു കളയണം. വന്നിരിക്കുന്നു രാവിലെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോ അപവാദവും പറഞ്ഞു. സാറിന് ഭാഗ്യമുണ്ട്. അവരുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അടി ഉറപ്പായനെ. അത് പരമേശ്വരൻ ചേട്ടന്റെ ഭാര്യയാണ് ശിശുപാലൻ നേരത്തെ പറഞ്ഞത്. എനിക്കറിയണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. എന്തായാലും ആരും കണ്ടില്ല സാർ, നന്നായി. ശിശുപാല, സാർ ആ നിൽക്കുന്ന ചേട്ടനെ കണ്ടാൽ ഒരു 55 വയസ്സ് തോന്നില്ലേ? ഇത്തരക്കാരോടാണ് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. ശിശുപാലൻ അദ്ദേഹത്തെ ഒന്നുകൊണ്ട് വിളിക്കുക. ചേട്ടാ, ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിക്കാനാ. ഇത് വില്ലേജ് ഓഫീസർ കെ മോഹനേശ്വർ സാറാ. ഞങ്ങളൊരു കാര്യം ചോദിക്കാൻ വന്നതാ. അതെ, ഈ മരിച്ചുപോയ പരമേശ്വരൻ ചേട്ടന്റെ ബന്ധമൊന്നുമല്ലല്ലോ? അല്ല. അപ്പൊ ചോദിക്കാം സാർ, ഈ പരമേശ്വരൻ ചേട്ടനെ പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ്? ആളൊക്കെ നല്ല മനുഷ്യനായിരുന്നു. കള്ളു കുടിക്കില്ല, പുകവലിക്കില്ല, വലിയ കുടുംബസ്നേഹിയായിരുന്നു. അത് മതി, നമുക്ക് പോവാം സാർ. നമ്മൾ മരിച്ചുപോയ പരമേശ്വരൻ ചേട്ടന് കല്യാണം ആലോചിക്കാൻ വന്നല്ലോ. ചോദിക്കേണ്ട ചോദ്യം ശിശുപാലൻ ചോദിച്ചിട്ടില്ല. എന്നതാ സാറേ പ്രശ്നം? സാർ ചോദിക്കേ. അല്ല, ഈ പരമേശ്വരൻ ചേട്ടന് ഭാര്യയല്ലാതെ വേറെ ഏതെങ്കിലും സ്ത്രീകളുമായി വല്ല ബന്ധവും ഉണ്ടായിരുന്നു? എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഉണ്ട് സാറേ.
പരമേശ്വരന്റെ വീട്ടിൽ അവന്റെ അമ്മയും 2 പെമ്മക്കളും ഉണ്ടായിരുന്നു. പിന്നെ അവന്റെ ഒരു മൂത്ത ചേച്ചി. എല്ലാ സ്ത്രീകളായിരുന്നു. അവരൊക്കെ ആയവൻ നല്ല ബന്ധത്തിലായിരുന്നു. ആ ബന്ധമല്ല ചോദിച്ചത്, അവിഹിത ബന്ധം. അങ്ങനെ വലുതുണ്ടായിരുന്നു. ആ ബന്ധത്തിൽ മക്കളുണ്ടോ? അത് പറയണ്ടേ? ഉണ്ട് സാറേ. അവന് ദേവികുളത്തൊരു പെണ്ണുമായി ചില ബന്ധങ്ങളുണ്ടായിരുന്നു. ആ ബന്ധത്തിൽ മക്കളും ഉണ്ട്. ഉണ്ടോ? പിന്നല്ലാതെ. അത് ഈ നാട്ടുകാർക്കൊന്നും അറിയില്ല. അങ്ങനെയുണ്ട്. പക്ഷെ പരമേശ്വരൻ എന്നോട് സത്യം പറഞ്ഞിട്ടുണ്ട്. ആ ബന്ധത്തിൽ എത്ര മക്കളുണ്ടായിരുന്നു? 10-15 മക്കളുണ്ട്. 15? ആ, പിന്നെ കട്ടപ്പനയിലുള്ള ഒരു സ്ത്രീയുമായി അടുപ്പമുണ്ടായിരുന്നു. ആ ബന്ധത്തിലുള്ളത് 10-30 മക്കള്. ഈ പരമേശ്വരൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു മനുഷ്യന്റെ കാര്യം. അതെ. അത് തന്നെയാ സാറേ ഞാനും പറഞ്ഞു വരുന്നത്. ഈ പരമേശ്വരൻ സാറേ, അയാളുമായിട്ട് അധികം അടുക്കാനൊന്നും പോണ്ട. അയാൾക്ക് ഭ്രാന്താണ്. ഒരുപാട് ലോഹ്യത്തിന് പോയ വെട്ടുകത്തി എടുക്കും അയാള്. അതാണ് സ്വഭാവം. അയ്യോ, ചികിത്സിച്ചോണ്ടിരിക്കുക ആളെ. ശിശുവല്ല, പോകാം. സാറേ പോലെ നിക്ക് സാറേ. സാറേ ഈ പരമേശ്വരന് വേറെ ബന്ധമുണ്ട്. ഞാൻ പറയട്ടെ. അയ്യോ സാറേ. അയ്യോ സാറേ. സാറേ നിക്ക്. സാറേ മൊത്തം പറഞ്ഞിട്ടില്ല. അടുത്ത ചെരുപ്പ് കൊണ്ടായിരിക്കും. അയ്യോ അവിടെ നിക്ക് സാറേ. അയ്യോ, ഇങ്ങോട്ടാണല്ലോ. രക്ഷപ്പെട്ടു. എന്ത് പറ്റി സാർ? ഒന്നും പറ്റില്ല. സാർ ഓടിയോ? ഇല്ല. ഞാൻ ഓടി, കുറച്ച് ഓടി. ഇടയ്ക്ക് ഇങ്ങനെ ഓടുന്നത് വളരെ നല്ലതാ. എന്ത് പറ്റി? ആ അമ്മ, എന്താ ശിശുപാലൻ ചേട്ടാ? ശിശുപാലൻ ചേട്ടന് ഓടിയോ? മോനടി സാർ ഇങ്ങ് വന്നില്ലേ? വന്നു. സാറാകത്തുണ്ടല്ലോ. എന്താ ശിശുപാലഞ്ചേട്ടാ പ്രശ്നം? ഇന്നത്തോടെ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഈ ജീവൻ പണയം വെച്ച് ജോലിയായി ഇനി എന്നെ കിട്ടില്ല. എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടല്ലോ സ്വയംപ്രഭേ. എന്താണാവോ? സാർ, അയ്യോ, എന്നെ വിട്ടല്ലേ? സാർ എന്ത് പണിയായി കാണിച്ചേ? എന്ത്? എന്നെ വെട്ടിക്കൊന്നോ ഇല്ലയെന്ന് നോക്കാതെ സാർ സ്ഥലം വിട്ടില്ലേ? അയാളൊരു ഭ്രാന്തനല്ലേ? ഭ്രാന്തമാരായതുകൊണ്ട് ഓടി വരുമ്പോ ഓടുക. വേറെ വഴിയൊന്നുമില്ലായിരുന്നു, ഞാനും ഓടി. വിശ്വാസൊന്നും പറ്റിയില്ലല്ലോ. മുജ്ജമ്മ സുഹൃതം കൊണ്ട് ഞാൻ കഷ്ടി രക്ഷപ്പെട്ടു. ഇനിമേലിൽ സാറിന്റെ വാക്ക് കേട്ടോണ്ട് ഒരു സ്ഥലത്ത് ഞാൻ വരില്ല. അതിന്റെ പേരിൽ എന്റെ ജോലി പോയാലങ്ങ് പോട്ടെ. പക്ഷെ ജോലിയല്ലല്ലോ, പ്രാണനല്ലേ വലുത്. പ്രാണനുണ്ടെങ്കിലേ ചായക്കടയിൽ പാത്രം കഴിയെങ്കിലും ജീവിക്കാം. എന്നാ പോയി പാത്രം കഴിവ്.
ശ്രീധരൻ ചേട്ടൻ പറഞ്ഞാൽ എന്താ മോനട്ട തെറ്റ്? സ്വന്തം ജീവൻ അപകടത്തിലാക്കുന്ന ഒരു ഏർപ്പാടിനും ആരും കൂട്ടി നിൽക്കില്ല. പെട്ടുകത്തിയായി നിങ്ങളെ ഓടിച്ച ആ മനുഷ്യന്റെ കൈ നിങ്ങളെ കിട്ടിയിരുന്നെങ്കിലോ? അങ്ങനെ പലതും ചെയ്യും. നമുക്ക് അവിടെ ജോലി ആയിരിക്കാൻ പറ്റുമോ? എന്നാലും ഈ വില്ലേജ് ഓഫീസറുടെ ജോലി ഇത്രയ്ക്ക് റിസ്ക് ഉള്ളതാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്റെ പാവം മോഹനേട്ടൻ എന്തുമാത്രം കഷ്ടപ്പെടുവാണെന്ന് നോക്കി. ഏയ്, പ്രാന്തന്റെ കാര്യം പോട്ടെ. ഒരാളുടെ ഭാര്യയോട് അയാൾക്ക് വേറെ സ്ത്രീകളുമായി ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നത് എവിടുത്തെ മര്യാദയാ മോനേട്ട? ആ, എന്നോട് ആരെങ്കിലും മോഹനേട്ടനെ പറ്റി അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായിരിക്കും മറുപടി പറയാ? അതിപ്പോ അവര് പരമേശ്വരൻ ചേട്ടന്റെ ഭാര്യയാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നല്ലോ. ചോദിക്കണായിരുന്നു മോനേട്ടാ. വലിയ ബുദ്ധിയുള്ള വില്ലേജ് ഓഫീസറല്ലേ? ഒരാളുടെ ഒരു കാര്യം ചോദിച്ച് മനസ്സിലാക്കാൻ പോലും അറിയാമല്ലോ. നീ ഇങ്ങനെ കുറ്റം പറയുന്നത് വേണ്ട. ഞാൻ ഇത് മാത്രം കഷ്ടപ്പെടാൻ അറിയാമോ? അയ്യോ, കുറ്റം പറയുന്നില്ല കേട്ടോ. നല്ല കടുപ്പത്തി ഒരു ചായ എടുത്ത് തരട്ടെ. അത് കുടിക്കുമ്പോ ഈ ഓട്ടത്തിന്റെ ക്ഷീണമെല്ലാം മാറും. മോനേട്ടാ, ഒന്നും മോഹനേട്ടന്റെ കുറ്റമല്ല. ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കിയവരെ പറഞ്ഞാ മതി. കാര്യങ്ങൾ ചട്ടപ്രകാരം നടക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ചട്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില ചിട്ടകളുണ്ട് എന്ന കാര്യം വില്ലേജ് ഓഫീസർ മറന്നുപോയി. എന്തായാലും തടി കേടാവാതെ രക്ഷപ്പെട്ട നിലയ്ക്ക് അതൊരു മഹാഭാഗ്യമായി കണ്ട് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.